വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട AP ജോസ് മാസ്റ്ററിന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. നമ്മുടെ സംഘടന എൻ്റെ കാഴ്ചപ്പാടിൽ ചെറിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറ്റവും അധികം അംഗസംഖ്യയുള്ള ഒരു സംഘടന, രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് വിഭാഗീയതകൾക്കൊക്കെ അതീതമായി ഒന്നിച്ചു നിന്ന സംഘടന ഇന്നിപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് കുറേശ്ശെ ആളുകളെ അടർത്തി രാഷ്ട്രീയമായും സാമുദായികമായും കാറ്റഗറിക്കലാക്കിയും ഒക്കെ പുതിയ സംഘടനകൾക്ക് രൂപം കൊടുത്തുകൊണ്ട് 92-ലെ മുമ്പത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സ്വാർത്ഥതയുടെ പേരിലാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത്. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം, എല്ലാവർക്കും ഇതുപോലെ ഒരു സംഘടന ഉണ്ടാക്കണം, കയ്യിലുണ്ടാകണം. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, 92-ന് മുമ്പുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ സംഘടനകളിലൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നേടാനാകാതെ വളരെ പ്രയാസത്തിൽ വിഷമിച്ച് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ, ബ്ലോക്ക് സെക്രട്ടറി PK സജീവൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു. മെമ്മന്റോയും നൽകി. MJ അഗസ്റ്റിൻ, PK സജീവൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M മാത്യു, യൂണിയൻ മുതിർന്ന അംഗം OR സോമശേഖരൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ CR രാധാകൃഷ്ണൻ, TT ബേബി, വനിതാ വേദി കൺവീനർ KK സാവിത്രി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി PV രാജു, K കമലം, VS ഗോവിന്ദസ്വാമി, VK രേണു, A സരോജിനി ടീച്ചർ, CI രാജൻ, MN കൃഷ്ണൻകുട്ടി, MP ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് നാരായണൻ നായർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് കമ്മിറ്റികൾക്ക് വേണ്ടി പ്രത്യേക സ്വീകരണവും നൽകി ആദരിച്ചു. ECV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.